ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഡിസ്കസ് ദ വേരിയസ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് ആൻ എഫക്റ്റീവ് ലീഡർ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഏതൊക്കെയാണ്, ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി, നല്ലൊരു എഫക്റ്റീവ് ലീഡർക്ക് ഉണ്ടാവേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. നോക്കൂ, ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ടു വർക്ക് വില്ലിംഗ്ലി ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ആ വ്യക്തിയുടെ ആ ഒരു കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എംപ്ലോയിന്റെ പെർഫോമൻസും ഓർഗനൈസേഷൻ സക്സസും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീഡർഷിപ്പ് പലതരത്തിലുണ്ട്. അതായത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോക്രാറ്റിക്, അതുപോലെ തന്നെ ബെനവലന്റ്, അങ്ങനെ പല രീതിയിലും കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് നമുക്ക് പഠിക്കാനുള്ള ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഓട്ടോക്രാറ്റിക്, നമ്മളുടെ ഹിറ്റ്ലറൊക്കെ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ ആണെന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്? ഇപ്പൊ നിലവിലുള്ള ഒരാളെ നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡർ എന്നൊക്കെ ഇൻസ്റ്റാഗ്രാം വാഴ്ത്തി പാടാറുണ്ട്. എന്താണ് ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ തീരുമാനങ്ങളൊക്കെ അയാൾ മാത്രം എടുക്കുന്നതായിരിക്കും, മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല തീരുമാനം എടുക്കുക. അതായത് ഞാനൊരു കമ്പനിയുടെ മാനേജർ ആണെങ്കിൽ എല്ലാ തീരുമാനവും ഞാൻ എടുക്കും, അല്ലാതെ എന്തില്ല എൻ്റെ ടീമിനോടോ എൻ്റെ സബോർഡിനേറ്റ്സിനോടോ ഞാൻ ചോദിക്കില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് ഓട്ടോക്രാറ്റിക്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. സ്ട്രോങ് കൺട്രോൾ ഓഫ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാവും, സ്ട്രോങ് കൺട്രോളും ഉണ്ടാവും. ഡിസ്അഡ്വാൻറ്റേജ് പറയുക ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എംപ്ലോയി മൊറൈൽ, ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, എംപ്ലോയി മൊറൈൽ കുറയാനും കാരണമാവും. അതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഞാനൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ, നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ആക്കി എഴുതാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ ഡെമോക്രാറ്റിക്, നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണല്ലേ. അപ്പോൾ എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയീസിന് നമ്മൾ എന്തിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ബിസിനസിന്റെ ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതായത് എംപ്ലോയി ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി കമ്പനി. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ്, ഞാൻ ഈ ഒരു കമ്പനീൻ്റെ ഭാഗമാണ്, എന്നെ എല്ലാ ഡിസിഷൻ മേക്കിനും എന്ത് ചെയ്യുന്നുണ്ട്, എന്നെയും കൂട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം എനിക്ക് ബിസിനസിന്റെ ഭാഗമാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ആ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഹൈ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം എന്താണ്, അവരും ഈ കമ്പനിയുടെ ഭാഗമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടുകയും ടീം വർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത് കുറച്ച് സ്ലോ ആവും. കാരണം ഈ എല്ലാവരുടെയും അടുത്തുകൂടെയും പോയി അവരുടെ ഒക്കെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിച്ച് ഡിസിഷൻ എടുത്ത് വരുമ്പോഴേക്ക് ടൈം എടുക്കും. അപ്പോൾ സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ സ്റ്റൈല്. പ്രധാനമായിട്ടുള്ള മൂന്നെണ്ണമാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ലേസേഴ്സ് ഫെയർ ലീഡർഷിപ്പ് ആണ്. അതായത് ഇവിടെ ഒരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടാവില്ല. എംപ്ലോയിക്ക് എന്ത് ചെയ്യാണ്, ഫുൾ ഫ്രീഡം, കംപ്ലീറ്റ് ഫ്രീഡം കാര്യങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്, എംപ്ലോയീസിന് കൊടുക്കുകയാണ്. അതാണ് ലേസേഴ്സ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും എവിടുന്ന് എംപ്ലോയീസിൻ്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ഏറ്റവും കൂടുതൽ ലേസേഴ്സ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ സ്യൂട്ടബിൾ ആവുക കേട്ടോ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ കുറയും, വീക്കായിട്ടുള്ള സൂപ്പർവിഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഇത് 15 മാർക്ക് ഇതിന്, അപ്പം 3 5 മാർക്ക് എന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പിന്നെ ക്വാളിറ്റീസ് ആണ്, അതിന് 5 മാർക്കാണ്, +5 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ 20 വരിക. ക്വാളിറ്റീസ് എഴുതണം. ക്വാളിറ്റീസ് എന്തൊക്കെ എഴുതാം? ഒന്ന്, ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കാം.
സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക. ഒരു ലീഡർ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കാം. അതായത് എനിക്ക് കൃത്യമായിട്ടുള്ള എല്ലാത്തിനെയും അത്യാവശ്യം അത്യാവശ്യം നല്ല നോളജ്, എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പഠിക്കും, എല്ലാ കാര്യങ്ങളും ആ ടീച്ചർക്ക് അറിയാം. പക്ഷെ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ചില സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, എല്ലാ നോളജും ഉണ്ടാവും, നല്ല ആളായി, പക്ഷെ ടീച്ചർ ഒരു ലീഡർ ആവില്ല. കാരണം എന്താ, ടീച്ചർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ ലീഡറെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റാണ്. ചില ആൾക്കാരുണ്ട് അല്ലേ, നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്, അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആകെ പ്രശ്നമാവും. കാരണം അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, എന്ത് എവിടെ പറയണം എന്നുള്ള അറിയില്ല. അപ്പോൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നന്നായി സംസാരിക്കാതെ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അതിൽ പെടും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം, അവിടെ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള എബിലിറ്റി ആർക്കുണ്ടായിരിക്കാം, ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കാം, ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ മോട്ടിവേഷൻ സ്കിൽ ഉണ്ടാവും. മോട്ടിവേഷൻ സ്കിൽ സെൽഫ് മോട്ടിവേഷൻ അല്ല, മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അയാളുടെ പ്രശ്നങ്ങളിൽ അയാളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുക. പിന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ അയാൾ ഒരിക്കലും ഒരു ലീഡർ അല്ല. ഒരു റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. മറ്റൊന്ന് വിഷനാണ്. കൃത്യമായിട്ടുള്ളൊരു വിഷൻ പ്ലാൻ, അദ്ദേഹത്തിന് എന്താവണം എന്നുള്ളൊരു ബോധം ആർക്കുണ്ടാവണം, ആ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. അതാണ് മറ്റൊന്ന്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഒരു പ്രശ്നം വരുമ്പോൾ അവരെ കൂടെ ഇരുന്ന് കരയുന്നവനല്ല റിയൽ ലീഡർ എന്ന് പറഞ്ഞാൽ, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവനാണ് ലീഡർ. അപ്പോൾ ആ നമ്മളുടെ ഇമോഷൻസ് കാര്യങ്ങൾ സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാൻ ആ ഒരു കഴിവ് ആർക്കുണ്ടാവണം, ഒരു നല്ല ലീഡർക്ക് ഉണ്ടാവണം. പിന്നെ ടീം ബിൽഡിംഗ് എബിലിറ്റി, ഒപ്പമുള്ളവരെ കൂട്ടിച്ചേർത്ത് പിടിക്കാനൊരു കഴിവ് ആർക്കുണ്ടാവണം, ഒരു ലീഡർക്ക് ഉണ്ടാവണം. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടാവുമ്പോഴാണ് ഒരു ആൾ നല്ല ലീഡറായിട്ട് മാറും കേട്ടോ. അല്ലെങ്കിൽ ലീഡറായി മാറും, പക്ഷേ നല്ല ലീഡർ ആവണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണം. അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സർ ഇഗ്നോ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊക്കെ പേപ്പർ വാല്യുവേഷന് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള എന്തുണ്ടാവും, ആൻസർ കീസ് ഉണ്ടാവും. ആ ആൻസർ കീസിലെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതുള്ളൂ. ഓവറായിട്ട് സ്ട്രിക്റ്റോ കാര്യങ്ങളൊന്നുമല്ല, മോഡറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും കാര്യങ്ങളും ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് അടക്കം അവിടെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ നമ്മൾ മെയിൻ പോയിന്റ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ഉള്ളൂ. ഓവറായിട്ട് ഇന്നത് വന്നാലേ മാർക്ക് കൊടുക്കുന്നില്ല, അത്യാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിലൊക്കെ മാർക്ക് കിട്ടുന്ന ടൈപ്പിലാണ് വാല്യുവേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ്. ഏതാണ്? നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ദ 7th ക്വസ്റ്റ്യൻ ഈസ് ഡീലഡ് വിത്ത് കൺട്രോൾ. കൺട്രോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് നമ്മളുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കൂ, എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് കൺട്രോൾ ഇൻ മാനേജ്മെന്റ്? എന്താണ് കൺട്രോൾ ഇൻ മാനേജ്മെന്റ്? എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ. എന്താണ് കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ എസെൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഒരു മാനേജ്മെന്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. ഒരു എസെൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആർ പെർഫോമൻസ് അക്കോർഡിംഗ് ടു പ്ലാൻ. ഒരു ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യില്ല, അതൊക്കെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ എന്ന് എൻഷുർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? കൺട്രോൾ ഫംഗ്ഷനിലൂടെയാണ്. അപ്പോൾ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും കൺട്രോൾ ഹെൽപ്പ് ചെയ്യും. കൺട്രോൾ ഈസ് എ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻഡ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും കമ്പാരിസൺ ചെയ്യുകയും കറക്റ്റീവ് ആയിട്ടുള്ള ഡീവിയേഷൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കൺട്രോളിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. വെറുതെ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിന് സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ ഒരു ബേസ് ഉണ്ടാവണം. അതായത് സ്റ്റാൻഡേർഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ പെർഫോമൻസ്. സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അവിടുത്തെ ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തെടുക്കും. അതിനുശേഷം ഈ ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമ്മൾ കമ്പാരിസൺ ചെയ്യും. അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനെ വേണ്ടിയുള്ള ആ ഡീവിയേഷൻസ് കുറയ്ക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കും. ഇതാണ് കൺട്രോളിൻ്റെ സ്റ്റെപ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. ഇതാണ് കൺട്രോളിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഈ കൺട്രോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ പ്രധാനമായിട്ട് നമുക്ക് 6 പ്രിൻസിപ്പിളാണ് പറയാനുള്ളത്. അത് ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺട്രോൾ ഷുഡ് ഫോക്കസ് ഓൺ അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ. ആ കൺട്രോളിങ് ടെക്നിക്സിന്റെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അത് അച്ചീവ് ചെയ്യാനാണ് ബിസിനസ് എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ എന്തെന്ന് പറയണത് നമ്മളുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്നാണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത് പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി എക്കോണമിക്കൽ ആൻഡ് എഫക്റ്റീവ്. നമ്മുടെ കൺട്രോൾ സിസ്റ്റം എന്തായിരിക്കും? എക്കോണമിക്കൽ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. അതായത് വലിയൊരു ബേർഡൻ ഉണ്ടാക്കുന്ന ആയിരിക്കരുത് നമ്മളുടെ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ അത് എക്കോണമിക്കൽ ആയിട്ടുള്ളതായിരിക്കണം, അതോടൊപ്പം എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്? നമ്മളുടെ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് ദ കൺട്രോൾ മെത്തേഡ് ഷുഡ് അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ സിറ്റുവേഷൻ. നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിങ് എന്ന് പറയുന്നത്. ഈ കൺട്രോളിങ് എപ്പോഴും ഒരേ ടെക്നിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്നല്ല. എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ചേഞ്ച് വന്നാൽ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന, ആ ചേഞ്ചസിനെ ഏറ്റെടുക്കുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോൾ എന്ന് പറയുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റിയിലൂടെ പറയുന്നത്. നാലാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് എക്സിക്യൂഷൻ ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സിക്യൂഷനിലൂടെ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എക്സിക്യൂഷൻ മീൻസ് ദ മാനേജേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ സിഗ്നിഫിക്കൻ്റ് ഡീവിയേഷൻ. അതായത് മാനേജേഴ്സ് കൃത്യമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യണം. ആ ഡീവിയേഷൻസ് ഫൈൻഡ് ചെയ്യുകയും അത് കറക്റ്റീവ് ആക്കി എടുക്കുന്നതിനുള്ള ആക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്സംഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. കൺട്രോൾ ഷുഡ് ഐഡന്റിഫൈ പ്രോബ്ലംസ് ആൻഡ് സജസ്റ്റ് കറക്റ്റീവ് മെഷേഴ്സ്. എന്ത് ചെയ്യണം? കൺട്രോൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യും, അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയും വേണം. അത് കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതാണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിളിലൂടെ പറയുന്നത്. ആ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ് എന്താണ് പറഞ്ഞത്? ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ആറാമത്തെ പ്രിൻസിപ്പിൾ. ഇതൊക്കെയാണ് നമ്മളുടെ കൺട്രോളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് നേച്ചറിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്. CSRും അതിൻ്റെ ബെനിഫിറ്റ്സും ആണ് ചോദ്യം. നോക്കൂ, modern business are expected not only to earn profit but also to the contribution towards the society and the environment protection. This responsibility is known as corporate social responsibility. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്
ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറമായിട്ട് ആ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഉന്നമനത്തിനായിട്ട് വർക്ക് ചെയ്യുക, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ CSR റെസ്പോൺസിബിലിറ്റി അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോ കമ്പനീസ് തന്നെ അവരുടെ CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പാലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓരോ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അതൊക്കെ എന്തിൻ്റെയാണ്? ഈ ഒരു CSR ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. So, CSR refers to the responsibility of a business organization to contribute towards economic development while improving the quality of life of employees, customers, community, society. ആരൊക്കെ ഇൻക്ലൂഡ് ആണ്? എംപ്ലോയീസിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇവരുടെ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നല്ല രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് CSR എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് CSRൻ്റെ പ്രധാനപ്പെട്ട ഏരിയ? ഒന്ന് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ്, മറ്റൊന്ന് എംപ്ലോയീസിൻ്റെ വെൽഫെയർ ആണ്, മറ്റൊന്ന് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള CSRൻ്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ്? അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യുന്നൊരു ബിസിനസ്സും ചെയ്യാത്തൊരു ബിസിനസ്സും, ആ ചെയ്യുന്ന ബിസിനസ്സിൽ എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ് എന്നുള്ളതാണ് നോക്കല്ലേ. ഫസ്റ്റ് കേസ്, കോർപ്പറേറ്റ് ഇമേജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ആ കമ്പനിയെ നമ്മളെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സഹായിച്ചവരാണ്. അവർ നമുക്ക് ഡ്രസ്സ് തന്നു, അത് തന്നു, ഇത് തന്നു, അങ്ങനെ നമ്മൾ പല രീതിയിൽ കേൾക്കാറുണ്ട് അല്ലേ. ഇന്ന ഗ്രൂപ്പ് ഇത്ര ഫണ്ട് ഈ ഒരു ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. നമുക്ക് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ 2018-19 പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കമ്പനീസൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങി. ഇതൊക്കെ എന്തിൻ്റെ ഭാഗം കൂടിയാണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ സൊസൈറ്റിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിലിടപെടുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അല്ലാതെ അവരുടെ ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കില്ല. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആദ്യത്തെ മെയിൻ കാര്യം. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സമൂഹത്തിന് മുന്നിൽ അവരുടെ ഇമേജസ് കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അവർക്ക് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഇംപ്രൂവ് കോർപ്പറേറ്റ് ഇമേജ്. പിന്നെ കസ്റ്റമേഴ്സ് ലോയലിറ്റി ആയിരിക്കും. ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലോട്ട് എന്ത് ചെയ്യണം? അത്യാവശ്യം കോൺട്രിബ്യൂഷനും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുമ്പോൾ അത് നമ്മൾക്ക് നല്ലൊരു കമ്പനിയാണ്, അപ്പോൾ അവിടെ നമുക്ക് വാങ്ങാം. ആ കസ്റ്റമർ ലോയലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിനെ, കാരണം ബിസിനസ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ എന്ത് ചെയ്യും? അതിലോട്ട് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കാരണം നമ്മളെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് നല്ല രീതി എത്തിക്കലായിട്ട് ചെയ്യാനല്ലേ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ലീഗൽ റിസ്കുകൾ ഉള്ളതൊക്കെ എന്ത് ചെയ്യാം? മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയൂലേ. കാരണം നമ്മളുടെ പ്രകൃതി നമുക്ക് മാത്രം ഉള്ളതല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി ഉള്ളതാണ്, അതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എന്ത് ചെയ്യാണ്? സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും CSRലൂടെ സാധിക്കും. പിന്നെ കമ്മ്യൂണിറ്റി റിലേഷൻസ് കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും CSR ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഫൈനാൻഷ്യലും നോൺ ഫൈനാൻഷ്യലും. ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ രൂപത്തിലുള്ള, നോൺ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ രൂപത്തിൽ അല്ലാത്തത്. അതാണ് നോൺ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുണ്ടാവും. ക്യാഷിൻ്റെ രൂപത്തിലുള്ള എന്തുണ്ടാവും? സപ്പോർട്ടിങ് ഉണ്ടാവും. നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ക്യാഷ്, സാലറി, ബോണസ് അല്ലെങ്കിൽ അങ്ങനെ തരുന്നതൊക്കെ, ഡിസ്കൗണ്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്നതാണ് ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത്. നോൺ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെ നമുക്ക് ഉണ്ടാവുന്ന അപ്രീസിയേഷനും റെക്കഗ്നീഷനും ഒക്കെയാണ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഓവർവ്യൂ തരാം. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി റിവാർഡ്സ് ആയിരിക്കും. നോൺ മോണിറ്ററി റിവാർഡ്സ് ആണ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. സാലറി, ബോണസ്, കമ്മീഷനൊക്കെയാണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരിക. റെക്കഗ്നീഷനും പ്രമോഷനൊക്കെയാണ് നമ്മുടെ നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരിക.
എക്കണോമിക് നീഡ്സ് ആയിരിക്കും നമ്മൾ ഏതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യുക, ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവിലൂടെ ഇത് ജസ്റ്റ് പോയിന്റ് മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം കേട്ടോ. ജസ്റ്റ് എക്കണോമിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ഫൈനാൻഷ്യൽ നീഡ്സിലൂടെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലൂടെ ചെയ്യുന്നതെങ്കിൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലൂടെ ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിലൂടെ കിട്ടുമ്പോൾ നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ മൊറയിലുമാണ് എന്ത് ചെയ്യുക, നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവിലൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യുക. ഒരു ഷോർട്ട് ടേം മോട്ടിവേഷൻ ആണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് തരുന്നതെങ്കിൽ, ഒരു ലോങ് ടേം മോട്ടിവേഷൻ തരുന്നത് ഏതിലൂടെയാണ്, നമ്മളുടെ ഈ ഒരു നോൺ ഫൈനാൻഷ്യൽ മോട്ടിവേഷനിലൂടെ അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവിലൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊന്നാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, LPLC എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എന്താണ്? PLC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ 10ാമത്തെ ചോദ്യമാണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി പ്രൊഡക്റ്റ് പ്രോസസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഡ്യൂറിങ് ദ മാർക്കറ്റ് ലൈഫ്. ദിസ് ഈസ് നോൺ എ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. എന്താ പറഞ്ഞത്? എല്ലാ പ്രൊഡക്റ്റും അത് മാർക്കറ്റിലോട്ട് എത്തുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോവാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയാറുള്ളത്. നമുക്ക് സ്റ്റേജസ് പറയിച്ച ഒന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും, ലോ സെയിൽ ആയിരിക്കും ഉണ്ടാവുക, നല്ല പ്രൊമോഷണൽ എക്സ്പെൻസ് നമുക്ക് ഉണ്ടാവും, ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, നമ്മളെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിലോട്ട് വരികയാണ്. അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ സെയിൽസിൽ റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാവും, പ്രോഫിറ്റ് നമുക്ക് കൂടും. അതുപോലെ തന്നെ ഒപ്പം ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോമ്പറ്റീഷനും നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടും. അതാണ് ഗ്രോത്ത് സ്റ്റേജ് അഥവാ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. ഇൻ മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മളുടെ സെയിൽസ് സ്റ്റേബിൾ ആയിട്ട്, ഇപ്പോൾ 1000 യൂണിറ്റ് വിൽക്കുന്നതെങ്കിൽ 1000 യൂണിറ്റ് അങ്ങനെ വിറ്റ് പോകുന്നു, മാക്സിമം പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടും. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷനെ നമുക്ക് അവിടെ ഉള്ള ഒരു ഹൈലി കോമ്പറ്റീഷനൊന്നും നമുക്ക് അവിടെ ഉണ്ടാവില്ല. നാലാമത്തെ സ്റ്റേജിൽ ഇത് ഡിക്ലൈൻ ചെയ്യും. അതായത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ആർക്കും വേണ്ടാതെ പോയി തുടങ്ങും അല്ലേ, ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ സെയിൽസ് കുറയും, പ്രോഫിറ്റ് കുറയും. അതുപോലെ തന്നെ നമ്മളെ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വിഡ്രോ ചെയ്ത് വേറൊരു പ്രൊഡക്റ്റ് ഇറക്കാനൊക്കെ തുടങ്ങും. ഇങ്ങനെ 4 സ്റ്റേജിലൂടെ എല്ലാ പ്രൊഡക്റ്റും കടന്നു പോകും. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ അഥവാ ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഡിക്ലൈനിലൂടെ ഇങ്ങനെ 4 സ്റ്റേജസിലൂടെ കടന്നു. ഈ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ മാർക്കറ്റിംഗ് ലൈഫിൽ കടന്നു പോകുന്ന ഈ സ്റ്റേജസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറില്ല, PLC പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാറുള്ളത് കേട്ടോ. 5 മാർക്കിന് നമുക്ക് ഏറ്റവും അവസാന ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ചില സമയത്ത് ഇത് 15 മാർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സപ്പോർട്ടിങ് ആയിട്ടാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലൈൻ ഫങ്ഷണൽ ആൻഡ് ലൈൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ്, ഇവ 3 കൂടി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. ലൈവ് ഓർഗനൈസേഷന് സിമ്പിൾ സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഓൺ ഫോക്കസ് ഓൺ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ ഫങ്ഷൻസ് ആണല്ലേ. അവിടെ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഈ ലൈൻ അതായത് സിമ്പിൾ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലൈൻ ഓർഗനൈസേഷൻ യൂണിറ്റി ഓഫ് കമാൻഡ് അറ്റ് എ സെയിം ടൈം the subordinates receive only from direction from only one commander എന്നുള്ള യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെ ഉണ്ടായിരിക്കും. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഫങ്ഷണൽ എക്സ്പേർട്സ് ആയിരിക്കും ആരെ ഗൈഡ് ചെയ്യുന്ന, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നത്. അത് ഒരാളായിരിക്കില്ല, എക്സ്പേർട്സുകളായിരിക്കും. ലൈൻ ആൻഡ് സ്റ്റാഫിൽ സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് മാനേജേഴ്സ് ഉണ്ടാവും. അവരായിരിക്കും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക.
ലൈൻ ഓർഗനൈസേഷൻ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എക്സ്പേർട്ട് ഡിസിഷൻസ് ആണ് ഫംഗ്ഷനിൽ എടുക്കുന്നതെങ്കിൽ ബെറ്റർ ഡിസിഷൻ ക്വാളിറ്റി ആയിട്ട് എവിടെ എടുക്കുള്ളൂ? ലൈൻ ആൻഡ് സ്റ്റാഫിൽ. ഇത് രണ്ടിനോടും മിക്സിൽ എടുക്കുള്ളൂ. ചെറിയ ചെറിയ ഫേംസിലൊക്കെയാണ് ലൈൻ ഓർഗനൈസേഷൻ നല്ലത്. ലാർജ് ഫേംസിലാവുമ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും? ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റും. മീഡിയം ആൻഡ് ലാർജ് ഫേംസിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ നമുക്ക് ഉപയോഗിക്കാം. സ്പെഷ്യലൈസേഷൻ അല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്? ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ആണ്. ഇത് രണ്ടിന്റെയും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിത്തൗട്ട് ദ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കറക്റ്റായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഈ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ബാരിയേഴ്സ് നമുക്ക് എന്ത് ഉണ്ടാവാറുണ്ട്? ഒരു ബിസിനസ്സിന് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്തെങ്കിലും ഇത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 5 തരത്തിലുള്ള ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. സെമന്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, ഫിസിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. ഇങ്ങനെ പല തരത്തിലുള്ള ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ബാരിയർ ആണ് ഏതെന്ന് പറയുന്നത്? സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോബ്ലം കോസ്ഡ് ബൈ മീനിങ് ഓഫ് വേർഡ്സ് ഓർ ലാംഗ്വേജസ്. നമ്മളുടെ മീനിങ് അല്ലെങ്കിൽ നമ്മളുടെ ഉപയോഗിക്കുന്ന വേർഡ്സ് അതിലുണ്ടാവുന്ന ബാരിയേഴ്സ് ആണ് സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയുക, യൂസിങ് എ ടെക്നിക്കൽ ജാർഗോൺ ദാറ്റ് അതേഴ്സ് ഡസ് നോട്ട് അണ്ടർ. ഞാനിപ്പോൾ ഒരു ടെക്നിക്കൽ വേർഡ് യൂസ് ചെയ്യാണ്, ആ വേർഡ് ബാക്കിയുള്ളവർക്ക് അറിയണം എന്നില്ല, അത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊക്കെ സെമന്റിക് ബാരിയേഴ്സിൽ വരുന്നതാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ മീനിങ് വരുന്ന ഒരു കാര്യം ഞാൻ എന്താ ഉപയോഗിക്കുകയാണ്, അത് സംബന്ധിച്ച് പല ആൾക്കാരിലും എന്ത് ചെയ്യാം, പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞത്. എന്താ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണൽ മെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഫിയർ, ആൻസൈറ്റി, ആങ്കർ, സ്ട്രെസ്, അതുപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ്, ലാക്ക് ഓഫ് ട്രസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, അപ്സെറ്റ് ആവാണ്. കാരണം എന്താണ്, ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അയാൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ അപ്സെറ്റ്, അത്തരത്തിലുള്ള സ്ട്രെസ്, ഫിയർ, ഇതൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഫിസിക്കൽ ബാരിയേഴ്സ് വരും. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് എന്ത് ചെയ്യാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യാണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നോയ്സ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, പുവർ ഇന്റർനെറ്റ് കണക്ഷന്, നല്ല ലോങ് ഡിസ്റ്റൻസ്, ക്ലോസ്ഡ് ഡോറ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം വിത്ത് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ്ലി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ മെഗാലൈസേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആയിരുന്നില്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം വിത്ത് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ പോളിസി. ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ പോളിസീസിൽ ഉണ്ടാവുന്ന ബാരിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ
പറയുന്നത്. അപ്പൊ അതെന്താ നോക്കൂ, നമുക്ക് ഒരുപാട് ലെവൽ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ പലരും പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി നമുക്ക് നോക്കേണ്ടി വരും. അത് ഒരു പ്രശ്നമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് അവിടെ ഇല്ല. ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ റൈറ്റ് ടൈമിൽ പീപ്പിളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയുക, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ കൾച്ചർ, ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് കസ്റ്റംസ്. ഇത് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജും ഗസ്റ്റേഴ്സും അതുപോലെ സോഷ്യൽ നോംസും കാര്യങ്ങളൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് നയിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് കൾച്ചറൽ ബാരിയർ. അപ്പോൾ സെമന്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്, മീനിങ് ഓഫ് വേർഡ് അല്ലേ, മീനിങ് ഓഫ് വേർഡ്സ്, അതാണ് സെമന്റിക് ബാരിയേഴ്സ്. എൻവയോൺമെന്റൽ ആൻഡ് ഡിസ്റ്റൻസ് ഫീലിംഗ് അല്ലെ, ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, അതാണ് സൈക്കോളജിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എൻവയോൺമെന്റൽ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ക്ലോസ്ഡ് ഡോർസ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്ട്രക്ചർ, കമ്പനിയുടെ സ്ട്രക്ചർ ആൻഡ് പ്രൊസീജിയർ ആവാം. കൾച്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ബിലീഫ്സ് ആൻഡ് നോംസ്. ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെഷേഴ്സ് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓവർകം മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാല്ലേ. അതിൽ ഒന്നാമത്തെ കാര്യം, യൂസ് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക. അതായത് സെമന്റിക് ബാരിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാനുള്ള വലിയൊരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞത്, യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. നമുക്ക് സെമന്റിക് ബാരിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആൻഡ് അതൊക്കെ. അപ്പോൾ അതിനെ ഡിഫിക്കൽട്ട് ഇല്ല വേർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മീനിങ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർ വാട്ട് ഹാപ്പൻ ടു ദ ഫുൾ പഠിച്ചാൽ 60 മാർക്ക്. 60 മാർക്ക് അത് നമ്മൾ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ലൈവുകൾ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ എക്സാമിന് വരുത്താൻ പറ്റുന്നുണ്ട്. അതായത് 100% മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ലൈവുകൾ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ 100% പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് നമ്മുടെ എക്സ്പെർട്ടൈസും പ്രീവിയസ് ഇയറിൽ നോളജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് നമ്മുടെ പ്രിഡിക്ഷൻ വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് 40% എബോവ്, എന്തായാലും 100% ഗ്യാരണ്ടി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും. ബാക്കിയുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, എൻകറേജ് ഫീഡ്ബാക്സ്. അപ്പോൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓവർകം ചെയ്യാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എൻകറേജ് ചെയ്യുക, നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കുക, ട്രസ്റ്റ് റെസ്പെക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ ഫിസിക്കൽ ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നോയ്സ് ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക, റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക, ഇന്റർനെറ്റ് കണക്ഷനും ടെലിഫോൺ കണക്ഷനും ഒക്കെ എന്ത് ചെയ്യുക, എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ്, ഫിസിക്കൽ ബാരിയേഴ്സ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓർഗനൈസേഷൻ ബാരിയർ ആക്കാൻ വേണ്ടി നല്ലൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ ടീം വർക്കും റെഗുലർ മീറ്റിംഗ്സും കൊണ്ടുവരിക, മ്യൂച്വൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, ഓർഗനൈസേഷനിലെ ഹൈറാർക്കി ഒരുപാടുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മെഷേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്താണ്, മറികടന്ന് മുന്നോട്ട് പോകാൻ ഉപയോഗിക്കാവുന്ന മെഷേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് HRM-നെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ എനി ഓഫ് ദി ഫോളോവിങ് 4 എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. അപ്പോൾ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അതിന്റെ ഫങ്ഷൻസും ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കൂ,
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് മാനേജിങ് എംപ്ലോയി എഫക്റ്റീവ്ലി ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ട് അതിന് എംപ്ലോയീസിനെ കാര്യങ്ങളെ ഉപയോഗിക്കുക, അതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്താണ് അതിന്റെ യൂസ് എന്നുള്ളതാണ് അല്ലെ. അപ്പോ എന്തായിരിക്കാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, HRM ഈസ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്, ഡെവലപ്പിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ എന്താണ് നമ്മളുടെ HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് പ്രോസസ് ആണ് HRM എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. HRM എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് അല്ല, അതൊരു ലോങ് പ്രോസസ് ആണ്. അവിടെ റിക്രൂട്ടിംഗ് ഉണ്ട്, ഡെവലപ്പിംഗ് ഉണ്ട്, മോട്ടിവേറ്റിംഗ് ഉണ്ട്, അതുപോലെ എംപ്ലോയിനെ റീറ്റെയിൻ ചെയ്യിപ്പിക്കലും എന്തിന്റെ ഭാഗമാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഫങ്ഷൻ പ്ലാനിങ് ആണ്. കൃത്യമായിട്ട് എങ്ങനെ എത്ര എംപ്ലോയീസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ എപ്പോൾ ഏതൊക്കെ സമയത്ത് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഫങ്ഷൻ, അതായത് നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ ആയിട്ട് വരുന്നത്, ദാറ്റ് ഈസ് പ്ലാനിങ്. സെക്കൻഡ് ഫങ്ഷൻ ഓർഗനൈസിങ് ആണ്. സെക്കൻഡ് ഫങ്ഷൻ വരുന്നത് ഏതാണ്? ഓർഗനൈസ്. ഇതിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരില്ല. ഇതിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, വർക്ക് നടക്കില്ല, അങ്ങനെ പ്രശ്നം. അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷൻ ഇവരെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് ആ ബിസിനസിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലോട്ട് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. നാലാമത്തെ ഫംഗ്ഷൻ കൺട്രോളിംഗ് ആണ്. നാലാമത്തെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോളിംഗ് ആണ്. കൃത്യമായിട്ട് ഇവരുടെ പ്രവർത്തനവും അതുപോലെ ആക്ച്വൽ പെർഫോമൻസും എന്തെങ്കിലും ഡീവിയേഷൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായിട്ടുള്ളോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസല്, കോമ്പൻസേഷൻ. ഇതൊക്കെ എന്താണ്? അതിന്റെ ഓപ്പറേഷണൽ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുക, ഇത് എംപ്ലോയി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ലേബർ ടേൺ ഓവർ, ബിസിനസ്സിന് ആൾക്കാർ എന്ത് ചെയ്യുക പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എംപ്ലോയീസുമായി റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ടേംസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് നമുക്ക് നോക്കാൻ. അതിലൊന്നാണ് പെർട്ട് എന്ന് പറഞ്ഞത്. പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ് പെർട്ട് എന്ന് പറഞ്ഞത്. പെർട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, കൺട്രോളിംഗ് ഓഫ് കോംപ്ലക്സ് പ്രൊജക്റ്റ്. കോംപ്ലക്സ് പ്രൊജക്റ്റുകളെ പ്ലാൻ ചെയ്യുന്നതിനും ഷെഡ്യൂൾ ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഇവാലുവേഷൻ ടെക്നിക്കാണ് പെർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്താണ്? ഒരു പ്രൊജക്റ്റ് ഏറ്റവും സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും ആക്യുറേറ്റ്ലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്രിട്ടിക്കൽ പാത്ത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. രണ്ടാമത്തെ ഒരു ടേമാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈമിൽ ഒരു സൂപ്പർവൈസർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന്റെ കൗണ്ടിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എ നാരോ സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് അവിടെ എന്തായിരിക്കും, ഫ്യൂവർ എംപ്ലോയീസ് അണ്ടർ വൺ മാൻ, ഒരു എംപ്ലോയിയുടെ അണ്ടറിൽ ഫ്യൂവർ എംപ്ലോയീസ് ഉണ്ടായിരിക്കാം. വൈഡ് സ്പാൻ ഓഫ് മീൻസ് മോർ എംപ്ലോയീസ് ആർ സൂപ്പർവൈസ്, അവിടെ ഒരുപാട് എംപ്ലോയീസ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെൽത്ത്
വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. എന്താ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞത്. അതായത് ആ ഷെയർ ഹോൾഡേഴ്സിന്റെ, നമ്മളെ ബിസിനസ്സിലോട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഷെയർ ഹോൾഡർ, അവരുടെ ആ ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ മാക്സിമൈസ് ചെയ്യുക, അവരുടെ വാല്യൂസിന്റെ ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഒക്കെ ഞാൻ ആ കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതണം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമുക്ക് 4-5 തന്നിട്ട് അതിൽ 5 മാർക്കിന് വെച്ച് ഓരോന്ന് ചോദിക്കണം, ആ ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാംസ് ആണ്. യൂണിറ്റ് ഓഫ് കമാൻഡ്, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം നമ്മൾ വേറെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യും, അതുകൊണ്ടാണ് പറയാത്തത്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് എവറി എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ. ഒരൊറ്റ സുപ്പീരിയറിന്റെ കയ്യിൽ നിന്നായിരിക്കും അറ്റ് ദ സെയിം ടൈമിൽ എന്ത് ചെയ്യുക, നമുക്ക് ഓർഡേഴ്സും കമാൻഡ്സും കിട്ടേണ്ടത് എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് കമാൻഡ്. കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 1-2 ചോദ്യങ്ങൾ. ഇതിപ്പോൾ 15ാമത്തെ ചോദ്യമാണ്, 14ാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യും. 15ാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയാസ് ആണ്. അതാണ് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഇത് പീപ്പിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്, എന്താണ് അവർക്ക് ആ ഒരു ഡിസൈഡ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി മോട്ടിവേഷൻ തിയറിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫേമസ് തിയറിയാണ്. ഈ തിയറി പ്രകാരം പറയുന്നത് വെച്ചാൽ ഒരു ഹ്യൂമന്റെ ഒരു നീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഹയർ നീഡിലോട്ട് എന്ത് ചെയ്യും, ഹ്യൂമൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 5 ലെവലാണ്, പിരമിഡിലാണ് ഹ്യൂമൻസിന്റെ നീഡ് നിൽക്കുന്നത് എന്നാണ് എബ്രഹാം മാസ്ലോ തൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയിലൂടെ പറഞ്ഞത്. അതിനനുസരിച്ച് അദ്ദേഹം ഏറ്റവും അടിയിൽ സൈക്കോളജിക്കൽ നീഡ്, അതിൻ്റെ മുകളിൽ സേഫ്റ്റി നീഡ്സ്, അതിൻ്റെ മുകളിൽ എസ്റ്റീം നീഡ്സ്, അതിൻ്റെ മുകളിൽ സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, ആ ലാസ്റ്റ് ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞ് ഒരു പിരമിഡ് രൂപത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിൽ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്, വാട്ടർ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ്. സേഫ്റ്റി നീഡ് നമുക്ക് സെക്യൂരിറ്റി, അതുപോലെ സ്റ്റെബിലിറ്റി, ഒരു വീട്, അതൊക്കെയാണ് നമുക്ക് സേഫ്റ്റിയിൽ വരുന്നത്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോങ്ങിങ്സ്, ലവ്, കെയർ, ഇതൊക്കെയാണ് സോഷ്യൽ നീഡ്സിൽ വരുന്നത്. അത് കുറച്ചുകൂടി ഹയർ ലെവൽ നീഡ്സ് ആണ് എവിടെ വരുന്നത്, സോഷ്യൽ നീഡ്സിലോട്ട് വരിക. ഇനി അതിലും ഹയർ ലെവൽ വരുന്നതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടായിരിക്കും. അതായത് ഫുൾ പൊട്ടൻഷ്യൽ, നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണനായി. ഇത്തരത്തിൽ 5 ലെവലിലായിരിക്കും ഓരോ ഇൻഡിവിജ്വലിന്റെയും നീഡ് നിലനിൽക്കുന്നത് എന്നാണ് എബ്രഹാം മാസ്ലോ പറഞ്ഞത്. അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ, സാറ്റിസ്ഫൈഡ് നീഡ്സ് നോ ലോങ്ങർ മോട്ടിവേറ്റ് ബിഹേവിയർ. എനിക്ക് വീട് കാര്യങ്ങളുണ്ട്, വീണ്ടും കുറേ വീട് കിട്ടിയാലും എന്നെ പിന്നെ എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ മുകളിലുള്ള സാധനം കിട്ടണം. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ഒരു ലെവൽ അച്ചീവ് ചെയ്താൽ നെക്സ്റ്റ് ലെവലിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നതാണ് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോട്ടിൽ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയുന്നൊരു കോൺസെപ്റ്റ് ആണല്ലോ അല്ലെ. ലീഡർഷിപ്പ് നമ്മൾ പറഞ്ഞു, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചാണ്. അറിയാം, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ കൺട്രീസിനെ ഡിജിറ്റലി എംപവേർഡ് ചെയ്യണം, സൊസൈറ്റിയെ ആണെങ്കിലും കമ്മ്യൂണിറ്റി നോളജ് ആണെങ്കിലും എക്കോണമിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു യൂട്ടിലിറ്റി സർവീസ് ആക്കി കൊടുക്കുക, ഡിജിറ്റൽ ഐഡന്റിറ്റി അതായത് ആധാർ കാർഡ് കൊണ്ടുവന്നു, മേക്കിംഗ് ഗവൺമെന്റ് സർവീസ് അവൈലബിൾ ഇൻ റിയൽ ടൈം ഓൺ മൊബൈൽ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ റിയൽ ടൈമിൽ തോന്നും. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുക, ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മാനുഫാക്ചർ ചെയ്യുക, കൂടുതൽ എന്ത് ചെയ്യുക, കമ്പനിയിലെ ഡിജിറ്റൽ ഡിവിഡൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ വാലറ്റ്സ്, നമ്മുടെ പേടിഎം, അതായത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ, UPI ഒക്കെ കൊണ്ടുവന്നത് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ.
ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാംസിനെ കുറിച്ചൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2015 ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാംസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിജിറ്റലി എംപവേർഡ് ചെയ്യുക സൊസൈറ്റി എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇ ഗവേൺസ്, ഓൺലൈൻ സർവീസ്, ഡിജിറ്റൽ ലിറ്ററസി, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള എല്ലാ ഫങ്ഷണൽ ഏരിയാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നോക്കാം. ഇനി ലാസ്റ്റ് ഇന്നോവേഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് പ്രോസസ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഐഡിയാസ്, പ്രൊഡക്ട്സ് ഓർ പ്രോസസ് ടു ക്രിയേറ്റ് വാല്യൂ ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മളൊരു ബിസിനസ് ഐഡിയ എന്തായിക്കോട്ടെ അതിനെ നമ്മളൊരു ബിസിനസ് ആക്കി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. It implies using new technology or methods to create improved product or service. ഇവിടെ നമ്മളൊരു നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ പുതിയ നോളജോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ആക്കി കൊണ്ടുവരുന്നതിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, നമുക്ക് നമ്മളുടെ ഈ ഒരു ഇന്നോവേഷൻ ആക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ദ ഇന്നോവേഷൻ ഈസ് ടിപ്പിക്കലി ബിഗിൻസ് വിത്ത് ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇന്നോവേഷൻ ഇതാക്കും. അതിനുശേഷം ഒരു ക്രിയേറ്റീവ് കോൺസെപ്റ്റിലൂടെ ഐഡിയ ബേസ് ചെയ്ത് നമ്മുടെ എന്ത് ചെയ്യുക, മാർക്കറ്റ് നീഡ്സ് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം നീഡ്സ് കാര്യങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ എന്ത് ചെയ്യും, നമ്മൾ സ്ക്രീനിങ് ചെയ്യും. അതായത് നമ്മൾ ഫീസിബിലിറ്റി അനാലിസിസ് കാര്യങ്ങളും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഏറ്റവും അവസാനം നമ്മളത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു ഇന്നോവേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. ഇതൊക്കെ 5 മാർക്കിന്റെ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാ ഏരിയാസിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം കവർ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷൻ നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഐ തിങ്ക് ഉച്ചയ്ക്കാണ് എക്സാം തോന്നുന്നു. അപ്പോൾ എക്സാം ഉച്ചയ്ക്കാണോ എപ്പോഴാണ് ടൈം നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ 6-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ടോ കാര്യങ്ങളിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ രജിസ്ട്രേഷൻ മുതൽ എക്സാമിൻ്റെ എല്ലാ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എജു താലിമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 3 ഫേസ് നോട്ട്സുകളാണെന്നുണ്ടെങ്കിലും റിവിഷൻ ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസ് ലൈവ് ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള നോട്ട്സുകളാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ടുകളാണെന്നുണ്ടെങ്കിലും 24/7 നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് അടക്കം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്